ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നൊരു ഷോർട്ട് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു എണീച്ചിരുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഞാൻ നേരെ കിച്ചണിൽ കയറി. ഞാൻ ചായ വെച്ചു കേട്ടോ. ഫസ്റ്റ് തന്നെ എനിക്ക് കട്ടനാട്ടോ കൂടുതലിഷ്ടം. ചായ കുടിച്ചെന്നൊരു ഫീൽ കിട്ടണമെന്നെങ്കിൽ എനിക്ക് കട്ടൻ കുടിക്കണം. അങ്ങനെ കട്ടനൊക്കെ ഉണ്ടാക്കി ഞാൻ ചായ കുടിച്ചു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കി. ഞാൻ ഇന്ന് അരിദോശയാട്ടോ ഉണ്ടാക്കുന്നത്. എനിക്കങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൽ വെറൈറ്റി ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ മിക്ക ഡേയ്സും സ്കിപ്പ് ചെയ്യാറാണ്. അല്ലെങ്കിൽ ഇതുപോലെ അരിദോശയോ റവദോശയോ അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് എന്തെങ്കിലും മാവ് വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. വീട്ടിൽ നിന്നാകുമ്പോൾ അമ്മ ഉണ്ടാക്കി തരും. അമ്മേനെ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യാമെന്നല്ലാതെ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ ഏട്ടന് ഇത് ഇഷ്ടമാണ് അരിദോശ. അപ്പം ഞാൻ അങ്ങനെ യൂട്യൂബ് നോക്കി പഠിച്ചതാണ് ഈ ഒരു ഐറ്റം. അങ്ങനെ ഞാനിതാ ദോശ ഉണ്ടാക്കി. പിന്നെ ഞാൻ അതിലേക്ക് ചട്നിയാണ് മെയിനായിട്ട് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇന്നലെ അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പം പിന്നെ ദോശയും ചിക്കൻ കറി ആയിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. ഫിലിം കണ്ടുകൊണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. പിന്നെ അതിൻ്റെ ഇടയിൽ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മോർണിംഗ് തന്നെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം ഞാൻ ബുക്കൊക്കെ വായിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ ചെറിയ ഏട്ടൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ എന്താ ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കയറി. ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനൊക്കെ. അപ്പം ഞാൻ വലിയ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ചിക്കൻ കറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്നലെ നൈറ്റിൽ ഏട്ടൻ വെച്ചപ്പോൾ ഇന്നത്തേക്കും കൂടി ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന ഗീ റൈസ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ കട്ട് ചെയ്യായിരുന്നു. ഒരു തട്ടിക്കുട്ടിൽ ഗീ റൈസ് എന്ന് പറയാം. ക്യാരറ്റൊന്നുമില്ല, ജസ്റ്റ് ഉള്ളിയും മസാലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കുക്കറിൽ ഗീ റൈസ് ഉണ്ടാക്കാൻ അറിയത്തില്ല. ഞാൻ ഉണ്ടാക്കാറുണ്ട്, പക്ഷേ കുക്കറിൽ ഇതുവരെയായിട്ടും വെച്ച് നോക്കിയിട്ടില്ല. എനിക്കതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കുക്കിംഗ് ഒന്നും അറിയത്തില്ല. അപ്പം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാൻ ചേച്ചിനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് വെക്കുക എന്നൊക്കെ. പിന്നെ ഞാൻ കിച്ചണിൽ കയറുമ്പോൾ മെയിനായിട്ട് ചേച്ചിനെ അമ്മേനെ വിളിച്ചിട്ട് തന്നെ കയറാറുള്ള എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഞാൻ കുക്കിംഗ് ഇങ്ങനെ വെക്കുന്നത്. അവിടെ ആകുമ്പോൾ അവരുണ്ടാകുമ്പോൾ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ചേച്ചി പറഞ്ഞ പോലെ ഞാൻ അതൊക്കെ ചെയ്ത് ഞാൻ ഉള്ളിയൊക്കെ വാട്ടി ജസ്റ്റ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരെല്ലാം ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഉച്ചയിലേക്ക് എടുത്തിട്ടുള്ളൂ. നൈറ്റിൽ ഞങ്ങൾ അങ്ങനെ റൈസൊന്നും അങ്ങനെ കഴിക്കില്ല, എന്തെങ്കിലും കഴിക്കലുള്ളൂ. അങ്ങനെ ഞാൻ ഫുഡൊക്കെ ജസ്റ്റ് വെച്ചു, അടുപ്പത്ത് വെച്ചു. പിന്നെ ഞാൻ ജസ്റ്റ് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് എനിക്ക് പക്കയായിട്ടിരിക്കണം കേട്ടോ. എനിക്കിങ്ങനെ ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ കിച്ചൺ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടാണ് കുക്ക് ചെയ്യാനൊക്കെ. അപ്പം ഞാൻ അപ്പം എടുത്ത സാധനം അപ്പം തന്നെ ക്ലീൻ ചെയ്ത് ഞാൻ വെക്കാറുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെയൊന്നുമല്ല കേട്ടോ, അടിപൊളിയായിട്ട് ഗീ റൈസ് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വേവ് കൂടുമെന്നൊക്കെ. പിന്നെ വിസിൽ വന്ന് അപ്പത്തന്നെ ഇങ്ങനെ ഓഫ് ചെയ്ത് പിന്നെ വിസിലൊക്കെ പോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അധികം കുക്കായി കഴിഞ്ഞാലും അലിഞ്ഞ പോലെ ആവുമല്ലോ. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. ഞാൻ റൈസ് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ മാത്രം ചമ്മന്തി ഉണ്ടാക്കുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ പരിപാടി ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ റൈസ് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഗീ റൈസും ചിക്കൻ കറിയും അച്ചാറും ചമ്മന്തി ആയിരുന്നു കേട്ടോ ഫുഡ്. ഒരു തട്ടിക്കൂട്ടിൽ ഗീ റൈസ് ആയാലും അടിപൊളിയായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എനിക്കറിയില്ലായിരുന്നു കുക്കറിൽ. മറ്റേതാകുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ആസ് യൂഷ്വൽ ഫോണൊക്കെ ഓൺ ചെയ്ത് ഫിലിമൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മോർണിംഗിൽ ഫിലിം കാണാൻ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് റെഡിയായി. പിന്നെ റെഡിയായ സമയത്ത് ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് പിന്നെ അങ്ങനെയാണല്ലോ, എവിടെയും പോകാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞാൽ ഒരു ഫോട്ടോഷൂട്ടും വീഡിയോ എടുക്കലൊക്കെ പതിവാണ്. അങ്ങനെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. നിദ്രേനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. പിന്നെ നിദ്രേട്ടൻ വന്നു. ഞങ്ങൾ ഫിലിം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 7 മണിക്കായിരുന്നു ഷോ. 7 മണിയായിരുന്നു തോന്നുന്നു.
അപ്പം അതിന് കുറച്ച് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ചു. ടീ ഹൗസിലായിരുന്നു കേട്ടോ പോയിരുന്നത്. ഞാൻ അവിടുന്ന് ഫസ്റ്റ് ടൈമാണ് ചായ കുടിക്കുന്നത്, ഇതുവരെയായിട്ടും കുടിച്ചിട്ടില്ല. നല്ല ചായ ആയിരുന്നു കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അവിടുത്തെ ക്രീം ബൻ ഇഷ്ടമായിട്ടില്ല. ഞാൻ ഓറഞ്ചത്തെ ഞാൻ അവിടുത്തെ ക്രീം ബന്നാണ് അധികം കഴിക്കാറുള്ളത്, എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണോ എനിക്കറിയില്ല, എനിക്ക് ക്രീം ബൻ കണ്ട് ഒട്ടും ഇഷ്ടമായിട്ടില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാളിലേക്ക് പോവുകയാണ്. കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു ഫിലിം കഴിഞ്ഞു, ആളുകൾ ഇറങ്ങുന്നുള്ളായിരുന്നു. പിന്നെ കുറച്ച് സമയം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ കുറേ പേരുണ്ടായിരുന്നു, കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കളിക്കാനൊക്കെ. അവർക്ക് കളിക്കാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ട് അവിടെ. അപ്പം ഒത്തിരി പേരുണ്ടായിരുന്നു. ഞങ്ങളവിടെ വന്ന സമയത്ത് കുറേ പേര് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫിലിമിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കാണാൻ പോയ ഫിലിം വാഴയായിരുന്നു. നല്ല ഫിലിമായിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കുറേ മെസ്സേജസ് നമുക്ക് തരുന്നൊരു ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയത്. കളിയായാലും ചിരിയായാലും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മെസ്സേജസ് തരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല ഫിലിമായിരുന്നു, എനിക്കിഷ്ടമായി. പിന്നെ അത് കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങി. പിന്നെ ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്